ഇപ്പോൾ ഒരു മൂവി കണ്ടു. ആ മൂവിയുടെ പേര് ഗ്യാസ് ലൈറ്റ്. 1944 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഇത്. ഇപ്പോൾ പലരും ഈ സൈക്കോളജിയെ പറ്റി സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഗ്യാസ് ലൈറ്റ്. ഗ്യാസ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതായത് നമുക്ക് കൺസിഡർ ചെയ്യാം, സൈക്കോളജിയിൽ ഒരു വിക്റ്റിമുണ്ട്, അതായത് ഒരു ഇരയുണ്ട്, ഒരു പ്രെഡേറ്ററുണ്ട്, വേട്ടയാടുന്ന ഒരു ആളുമുണ്ട്, ഒരു ഇരയുമുണ്ട്. അപ്പോൾ ഈ ഇരയാക്കപ്പെടുന്ന വ്യക്തിയുടെ ചിന്തകൾ തെറ്റാണ്, അവർക്ക് തലയ്ക്ക് സുഖമില്ല, അവരുടെ മനസ്സിന് കാര്യമായ തകരാറുണ്ട്, അവർ ചെയ്യുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ മൊത്തത്തിൽ കുഴപ്പമാണ്, അങ്ങനെ അവർക്ക് മെൻ്റലി അവർ സ്റ്റേബിൾ അല്ല എന്ന രീതിയിൽ ഉള്ള ചിന്ത അവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു പ്രെഡേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രെഡേറ്ററായിട്ടുള്ള ഒരു വ്യക്തി മറ്റേ ആളെ തുടർച്ചയായിട്ട് പറയുന്നു, നിനക്ക് നീ ചെയ്യുന്നത് ശരിയല്ല, നിനക്ക് പ്രശ്നമുണ്ട്, നിനക്ക് മാനസികമായിട്ട് നിനക്ക് കുഴപ്പമുണ്ട്, നീ ഡോക്ടറെ കാണണം, അങ്ങനെ നിരന്തരം പറയുന്ന അവസാനം ഈ ഇരയാക്കപ്പെടുന്ന വ്യക്തി അത്തരം ഇൻസിഡൻസിലേക്ക് ഒരു കാര്യം നടന്ന കാര്യമാണെങ്കിൽ ആ വ്യക്തിയോട് ചെന്ന് പറയും, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഈവൻ ഈ ഒരു ഇരയാക്കപ്പെടുന്ന വ്യക്തി പ്രൂഫ് കാണിച്ചാൽ പോലും മറ്റേ ആ വ്യക്തി പറയും, അങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ല, ഇത് നിൻ്റെ തോന്നലാണ്, ഇത് ഹാലൂസിനേഷനാണ്, ഇത് സ്വയം ഇമാജിൻ ചെയ്യുകയാണ്, അങ്ങനെ പറയും. അപ്പോൾ ഇതാണ് ആ ഒരു ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ മൂവിയിലേക്ക് വരാം. ഈ ഒരു മൂവിയിൽ നിന്നാണ് ഈ ഒരു വേർഡ് തന്നെ വരുന്നത്. അപ്പോൾ ഈ മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇത് ലണ്ടനിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതിൽ ആദ്യത്തെ സീനിൽ തന്നെ ഒരു പ്രായമായ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. പിന്നീട് ആ സ്ത്രീയെ ഒരാൾ കൊലപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ ആൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ സ്ത്രീയുടെ അനന്തരവളായ ഒരു പെൺകുട്ടി അവരുടെ ഹസ്ബൻഡുമായിട്ട് ആ വീട്ടിൽ വന്ന് താമസിക്കാൻ വരുന്നു. അപ്പോൾ ഈ ഒരു ഹസ്ബൻഡ് അവിടെ കിടക്കുന്ന ചില ഒരു പെയിൻറ്റിങ് കാണാതെ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഈ സ്ത്രീ ഒരു ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഈ വളരെ വെൽത്തി ആയിട്ടുള്ള പൈസയുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഈ മോഷ്ടിക്കേണ്ട ആവശ്യം കാണത്തില്ല, പക്ഷെ അവരുടെ ഒരു മാനസിക വൈകല്യം കൊണ്ട് അവർ ഇങ്ങനെ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കും. അപ്പോൾ ഇങ്ങനെ അതായത് വെൽത്തി ആയിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന മാനസിക വൈകല്യം ഉള്ളവരെയാണ് നമ്മൾ ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഒരു ക്ലെപ്റ്റോമാനിയാക്കാണെന്ന് വരുത്തി തീർക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് വാച്ച് കാണുന്നില്ല, അദ്ദേഹത്തിൻ്റെ വേറൊരു ആഭരണത്തിൻ്റെ ഒരു നെക്ലസിൻ്റെ ഒരു ലോക്കറ്റ് പോലെയുള്ള ഒരു സാധനം കാണുന്നില്ല, അത് കാണുവാനില്ല, അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുവാനില്ല എന്ന് പറഞ്ഞ് അത് ഇവർ എടുത്തതാണെന്ന് വരുത്തി വയ്ക്കുന്നു. പക്ഷേ അവർ പറയുന്നു, എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ എടുത്തതായിട്ട്, ഞാൻ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഈ സ്ത്രീ നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ അയാൾ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അടുത്തത്, ഇവരുടെ വീട്ടിൽ ഈ സ്ത്രീ രാത്രി കിടക്കാൻ പോകുമ്പോൾ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഈ ശബ്ദങ്ങളെപ്പറ്റി ഈ ഹസ്ബൻഡിനോട് ഹസ്ബൻഡ് പറയും, നിനക്കിത് തോന്നുന്നതാണ്, നീ സ്വയം ഇമാജിൻ ചെയ്യുകയാണ്. ആ വീട്ടിലുള്ള സെർവൻറ്റിനെ ഇവർ താഴെ പോയി വിളിച്ചിട്ട് സെർവൻറ്റ് മുകളിൽ വരുമ്പോഴത്തേക്ക് ഈ ശബ്ദമൊന്നും കേൾക്കില്ല. പിന്നെ സെർവൻറ്റ് താഴെ പോയി കഴിയുമ്പോൾ പിന്നെയും ഈ ശബ്ദങ്ങൾ കേൾക്കുന്നു. മൂന്നാമതായിട്ട് ഈ ഒരു റൂമിൽ ഈ ഗ്യാസ് പൈപ്പ് വെച്ച് പ്രവർത്തിക്കുന്ന ചില ലൈറ്റ്സ് ഉണ്ട്. പഴയ കാലമാണ്, 1940s ആണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ വിളക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ പോലെ ലാമ്പ് അല്ല, വിളക്കാണ് കത്തിക്കുന്നത്. ആ വിളക്കെന്ന് പറയുന്നത് ഈ ഗ്യാസ് പൈപ്പിൽ നിന്നുള്ള ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്ന വിളക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇപ്പോൾ ഈ ഡിമ്മാകുന്നു. അപ്പോൾ ഈ ലൈറ്റ് ഡിമ്മാകുന്നതിന് കാരണം ഇവർ ചോദിക്കുമ്പോൾ അത് പറയുന്നത് ലൈറ്റ് ഡിമ്മായിട്ടില്ല എന്ന് ഈ ഹസ്ബൻഡ് പറയുന്നു. പക്ഷേ ശരിക്കും ഇത് ഡിമ്മാകുന്നുണ്ട്. അപ്പോൾ
ഇത്തരത്തിൽ ഇവരെ ഇങ്ങനെ ഇവർക്ക് എന്തോ ബുദ്ധിക്ക് കുഴപ്പമാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ലാസ്റ്റ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഇവരെ രക്ഷിക്കാനായിട്ട് എത്തുന്നു. അയാൾക്ക് ഈ ഹസ്ബൻഡിൻ്റെ പ്രവൃത്തിയിൽ കുഴപ്പങ്ങൾ തോന്നുന്നു. അങ്ങനെ ആ ഒരു വ്യക്തി വരികയും ഇവരോട് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയും, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു മെൻ്റലി ഒരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ ഉള്ള റീസൺ പറയുന്നു. അതുപോലെ ഇദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ ഇതിനോട് ചേർന്ന വേറൊരു ഹൗസ് ഹോൾഡുണ്ട്. ആ ഹൗസിൽ ഈ രാത്രി ഈ ഹസ്ബൻഡ് പോയി അതായത് ശരിക്കും സംഭവിക്കുന്ന ഈ വൈഫിൻ്റെ ആൻറ്റിയെ കൊലപ്പെടുത്തുന്നത് ഈ മനുഷ്യൻ തന്നെയാണ്. അതായത് ആ കൊലപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആൻറ്റിയുടെ പക്കൽ ഈ റൂബീസ് ഉണ്ടായിരുന്നു. ആ റൂബീസ് എടുക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ആൻറ്റിയെ കൊലപ്പെടുത്തിയത്. പക്ഷേ പോലീസ് ഇങ്ങനെ ഈ റൂബീസ് ഡിസ്കവർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ വീട്ടിൽ ഈ റൂബീസ് ഉറപ്പായിട്ടും കാണുമെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹസ്ബൻഡ് ഈ വീട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇത് തപ്പാൻ ഈ റൂബീസ് എടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വേറൊരു അഡ്ജസൻറ്റ് ബിൽഡിങ്ങിലൂടെ ഈ വീടിൻ്റെ മുകളിലുള്ള നിലകളെല്ലാം തപ്പി നോക്കാൻ വേണ്ടിയാണ് ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിൽ അവിടെയുള്ള ലൈറ്റ്സ് ഓൺ ചെയ്യുന്ന സമയത്താണ് ഈ താഴെയുള്ള ലൈറ്റ്സിൻ്റെ വെളിച്ചം കുറഞ്ഞു പോകുന്നത്. അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന ഇദ്ദേഹം തന്നെ മുകളിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ ഇടയായത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഈ ഇൻവെസ്റ്റിഗേറ്റർ ഈ സ്ത്രീയോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇവർക്കിത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ തപ്പി നോക്കുമ്പോൾ ഇയാൾ തന്നെയാണ് ഈ ആൻറ്റിയെ കൊലപ്പെടുത്തിയതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഇവർ ഇയാളെ പിടിച്ച് ഒരു കസേരയിൽ കെട്ടിയിട്ട് പോലീസിനെ വിളിക്കുന്നതായിട്ടാണ്. പിന്നീട് പോലീസ് വന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ഈ പോലീസ് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ സ്ത്രീ ഇങ്ങേരോട് മാത്രമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നപ്പോൾ അയാൾ ബെഗ് ചെയ്യുന്നുണ്ട്, എന്നെ ഒന്ന് അഴിച്ചുവിട്, നീ ആ നൈഫ് എടുത്ത് എന്നെ കട്ട് ചെയ്ത് അഴിച്ചുവിട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇതൊന്നും അപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഈ സ്ത്രീ പറയുന്നുണ്ട്, അതായത് നിനക്ക് തോന്നുന്നതായിരിക്കും, ഈ നൈഫ് എൻ്റെ തോന്നലായിരിക്കാം. അതായത് ഇയാൾ നേരത്തെ ഇവർക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും എൻ്റെ കയ്യിലൊരു നൈഫ് ഉണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്ന് പറഞ്ഞ് ഇയാൾ കളിച്ച ആ സെയിം കളി അവർ തിരിച്ച് അയാളുടെ അടുക്കൽ ഇറക്കുന്നു. ആ സമയത്ത് പോലീസ് വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇടയിലും ഈ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഇത്തരത്തിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികൾ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ല കുഴപ്പം എന്ന് മനസ്സിലാക്കുക, അത് പറയാനാണ്. ഇറ്റ് വാസ് എ നൈസ് മൂവി. ഇത് വളരെ ഓൾഡ് മൂവിയാണെങ്കിൽ നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു 1.25 മണിക്കൂർ മാത്രമുള്ള ഒരു നല്ല മൂവിയാണ്.